ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതിൽ പ്രത്യേകിച്ച് ആരുടെ പേരുകളൊന്നും പരാമർശിച്ചിട്ടില്ല. ഓക്കെ, പക്ഷെ കുറെ ഊഹാപോഹങ്ങളും സംശയങ്ങളും വെച്ചിട്ട് കുറെ പേരുടെയൊക്കെ എന്താ പറയുക ഇമേജും ക്രെഡിബിലിറ്റിയും ഒക്കെ ഒന്നിങ്ങനെ താഴോട്ട് ചാടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് പേര് അവർ സഫർ ചെയ്ത പ്രശ്നങ്ങൾ, അവർ അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ പുറത്തു വന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ പല പ്രമുഖരുടെയും മുഖം മൂടി അഴിഞ്ഞ് താഴെ വീഴുന്നതും അല്ലെങ്കിൽ അവരുടെയൊക്കെ ക്രെഡിബിലിറ്റിന് മുകളിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നതുമായിട്ട് നമ്മൾ കണ്ടു. പലരുടെയും പേരുകൾ ഇപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കണ്ടാണ്. രഞ്ജിത്ത്, മുകേഷ്, ജയസൂര്യ, അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. നാളെ ചിലപ്പോൾ ഗണേഷ് കുമാർ ആയിരിക്കും, പറയാൻ പറ്റില്ല. ഞാൻ പ്രിപ്പയർഡാണ്, കാരണം നാളെ രാവിലെ ന്യൂസ് തുറക്കുമ്പോൾ തന്നെ ഗണേഷ് കുമാർ ഇതിങ്ങനെ ഓരോ ദിവസം ഓരോരുത്തരും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊക്കെ ഇവിടെ മലയാളികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മമ്മൂക്കിയും ലാലേട്ടനും എവിടെ? മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി, മലയാള സിനിമേന്റെ ദ ഗ്രേറ്റസ്റ്റ് ലെജൻഡ് ആക്ടേഴ്സ്, മലയാള സിനിമയുടെ രണ്ട് പില്ലേഴ്സ് ലാലേട്ടനും മമ്മൂട്ടിയും, ദ എംബ്രാൻസ്, എവിടെ? രണ്ടുപേരും എവിടെ പോയി? മലയാളികൾ പ്രത്യേകിച്ച് നമ്മൾ ലാലേട്ടന്റെ മീശ പിരിയും, മമ്മൂക്കാന്റെ ആ ഒരു പോലീസ് വേഷത്തിൽ വരുന്ന മാസ് ഡയലോഗും, നമ്മുടെ മനസ്സിൽ മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ ബ്രാൻഡ് ആവണം. പ്രത്യേകിച്ച് അവരുടെ ഇൻഡസ്ട്രിക്കകത്ത് സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, സ്ത്രീകളുടെ അനുഭവങ്ങള്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഒരുപാട് പേരുടെ തുറന്നു പറച്ചില്, എല്ലാം കൊണ്ട് നമ്മളെ പ്രതീക്ഷ എന്താ? അതും ലാലേട്ടൻ എന്ന് പറയുമ്പോൾ അമ്മയുടെ പ്രസിഡന്റ് ആണ്. ഓക്കെ, ആൻഡ് മമ്മൂക്ക എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും അങ്ങേർക്ക് എന്താണ് ഒരു, ഈവൺ ഇഫ് ഒരു സർക്കാസ്റ്റിക് വേയിലാണ് മൂപ്പര് റിപ്ലൈ കൊടുക്കലെന്നുണ്ടെങ്കിലും കുറിക്ക് കൊള്ളുന്ന സാധനങ്ങൾ മമ്മൂക്കയും പറയാറുണ്ട്. ചില ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. ഇവിടെ ലാലേട്ടനും മിണ്ടുന്നില്ല, മമ്മൂക്കയും മിണ്ടുന്നില്ല. ഇവർ രണ്ടുപേരും എവിടെ എന്നുള്ള ചോദ്യമാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഞാൻ പറയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേരുകളൊന്നുമില്ല, പക്ഷെ സംശയത്തിന്റെ നിഴലിൽ പലരും ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റുമാർ വന്ന് പലരുടെ പേരും വിളിച്ചു പറയുമ്പോൾ അവരുടെയൊക്കെ ഇമേജിന് വന്ന ഒരു ഇടിവിനേക്കാൾ വലിയ ഇടിവാണ് മലയാളി സിനിമ ഇഷ്ടപ്പെടുന്ന മലയാളികളുടെ മുന്നിൽ ലാലേട്ടനും മമ്മൂക്കയ്ക്കും വന്നിട്ടുള്ളത്. കാരണം വായ തുറന്നൊരു അക്ഷരം മിണ്ടുന്നില്ല അവർ രണ്ടുപേരും, ഒരു പിടുത്തവുമില്ല. എന്താണെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പലരോടും മൈക്കുമായിട്ട് ചാനലുകളിൽ ചെന്ന് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ച് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടു. ടൊവിനോ ഇന്നലെ വന്ന് കുറച്ച് കാര്യങ്ങൾ വന്ന് പറഞ്ഞ് ഒരു ഇത്തിരി എവിടെയോ ഒരു കയ്യടി മേടിച്ചിട്ട് പോയി. പിന്നെ നമ്മുടെ രഞ്ജി പണിക്കരും ഒരു കുറച്ചൊരു കയ്യടി മേടിച്ചിട്ട് പോയി. ആക്ച്വലി ലാലേട്ടനും മമ്മൂട്ടിയും മമ്മൂക്കിയും ലാലേട്ടനും വായ തുറന്ന് പറഞ്ഞാൽ കിട്ടുന്ന കയ്യടി മൊത്തത്തിൽ, അതായത് മലയാളികൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു, ആരായിരിക്കും മീഡിയനെ മീറ്റ് ചെയ്യുന്നത്, ആരായിരിക്കും മീഡിയയുടെ കുറുക്കിക്കൊള്ളുന്ന ചോദ്യങ്ങൾക്ക് തിരിച്ചു കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങൾ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഈഗറായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്രൗഡ് ഉണ്ട്. ഇല്ലാതെ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ ഒരു സിനിമാക്കാരനും പ്രോപ്പറായിട്ട് ഒരു റിപ്ലൈ കൊടുത്ത് കാണുന്നില്ല. അതും AMMA അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി ആദ്യം ഇന്നത് പറയും, അതായത് ഇന്ന് വന്നിട്ട് ഇങ്ങനെ നേരെ നിന്ന് പറയും, നാളെ ഇതേ അമ്മ അസോസിയേഷനിലുള്ള ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഉൾട്ടടിച്ചും പോകും. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് പോയിന്റ് ടു പോയിന്റ് സംസാരിക്കുന്ന ഒരാളെയും കാണാത്ത ഈ ഒരു ടൈമിലാണ് പൃഥ്വിരാജ് വരുന്നു. ഇന്ന് മറ്റേ ഫുട്ബോൾ ടീമിന്റെ ലോഞ്ചോ കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കൂട്ടത്തില് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് സംസാരിച്ചേ പറ്റൂ എന്നുള്ളത് കൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ചുമ്മാ ഒരു പോസ്റ്റ് ഇട്ട് പോകാൻ റെഡിയല്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി തന്നെ ഞാൻ ഇതിന് സമയം കണ്ടെത്തി ഈ പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് കയ്യടി. ഇതൊരു PR വർക്കാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ PR വർക്ക് ഉണ്ട് ഒരു സൈഡിൽ. കാരണം കംപ്ലീറ്റ് നിങ്ങൾ നോക്കിയാൽ സോഷ്യൽ മീഡിയയിൽ പൃഥ്വിരാജിനെ പൊക്കി പറഞ്ഞു, പൃഥ്വിരാജിന് കയ്യടിച്ചും, പൃഥ്വിരാജാണ് ഇവനെ പോലെ വേണം, ആണൊരുത്തൻ, ഈ സാധനങ്ങൾ കംപ്ലീറ്റ്ലി കിടന്ന് റിവോൾവ് ആവുന്നുണ്ട്. അതാവുന്നത് വേറെ ഒന്നുകൊണ്ടുമല്ല, വേറെ ആരും ഇവിടെ വായ ഓർക്കുന്നില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് പൃഥ്വിരാജ് ഇന്ന് എന്ത് ചെയ്ത്, ലാലേട്ടനോ മമ്മൂട്ടിയോ വന്ന് മേടിക്കുന്ന കയ്യടി ഒന്നിച്ച് ചാക്കിലിട്ട് പൃഥ്വിരാജ് കൊണ്ടുപോയി. അപ്പൊ പൃഥ്വിരാജിന്റെ പ്രസ് മീറ്റിലുള്ള കുറെ കാര്യങ്ങൾ, പൃഥ്വിരാജ് സംസാരിച്ച കുറെ കാര്യങ്ങൾ, അതിലേക്ക് പോവാം. നമസ്കാരം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് ഒരു 2 ദിവസങ്ങൾക്ക് മുൻപോ മറ്റോ ആണ് ഇന്ന് ഈ ചടങ്ങിന്റെ നടപടിക്രമങ്ങൾ, ഇതിന്റെ ഇവന്റ് ഫ്ലോ എന്താണ് എന്ന് ഇതിന്റെ സംഘാടകർ തീരുമാനിച്ചത്.
അപ്പോൾ അന്ന് തന്നെ പ്രസ്സുമായിട്ട് ഇതുപോലൊരു കൂടിക്കാഴ്ചയുണ്ട് എന്ന് തീരുമാനിച്ചിരുന്നു. റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പ്രസ് മീറ്റിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും എന്നെനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആദ്യം ഞാൻ സംഘാടകരോട് പറഞ്ഞത്, ഫോഴ്സ കൊച്ചിയുടെ പ്രസ് മീറ്റ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് അവസരമുണ്ടാകണം, ഉത്തരം പറയാൻ എനിക്ക് സമയവും ഉണ്ടാകണം. അതിനുശേഷമേ അടുത്ത പരിപാടി ഷെഡ്യൂൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. ചോദിച്ചോളൂ. ഇന്നിങ്ങനൊരു പ്രസ് മീറ്റ് ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ജനറിക്കായ ഒരു സോഷ്യൽ മീഡിയ സ്റ്റേറ്റ്മെന്റിലൂടെ പ്രതികരിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത്. ഹിയർ ഈസ് ആൻ ഇന്റലിജന്റ് മാൻ. ബുദ്ധിയുള്ള ഒരു കണ്ണിങ് ഫോക്സ്. അതാണ് പൃഥ്വിരാജ് സുകുമാരൻ. പൃഥ്വിരാജ് സുകുമാരന് കൃത്യമായിട്ട് അറിയാം എന്ത് എപ്പോൾ എങ്ങനെ പറയണം എന്നുള്ളത്. അതായത് ആ ഫുട്ബോൾ ടീമിന്റെ ലോഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെക്കുമ്പോൾ ഞാൻ ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ മീഡിയ ഹേമ കമ്മിറ്റിയെ ചോദിക്കുമെന്നുള്ളത് ഞാൻ മുൻകൂട്ടി ഇവരോട് പറഞ്ഞു വെച്ച് അങ്ങനെ ഞാൻ നിങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വന്നു എന്ന് പറയുമ്പോൾ ഐ മൈസെൽഫ് ബിക്കം എ മാസ്. മനസ്സിലായോ? അതാണ് അങ്ങേരെ അത് കൃത്യമായിട്ട് യൂസ് ചെയ്തു. ഞാൻ അവിടെ പൊട്ടയല്ല പറയുന്നത്, നല്ലതാ പറയുന്നത്. അങ്ങേരെ അത് കൃത്യമായിട്ട് യൂസ് ചെയ്തു. ഇതിലൊരു സെൽഫ് മാസ് മാർക്കറ്റിംഗ് ഉണ്ട്. സെൽഫായിട്ട് ഐ ആം ദ മാൻ, ഐ ആം ദ സ്പോക്സ് പേഴ്സൺ, ഞാൻ വന്നു, ഞാൻ സംസാരിക്കുന്നു, ഞാനാണ് എന്നുള്ള സാധനമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അല്ലേ? ഞാൻ കൃത്യമായി സംസാരിക്കുന്നുണ്ട്, വെൽഡൺ, കൃത്യമായി സംസാരിക്കുന്നുണ്ട്. പലർക്കും പറ്റാത്ത ഒരു കാര്യം AMMA അസോസിയേഷനിലോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള നടന്മാർക്കോ പലർക്കും പറ്റാത്ത കാര്യം കൃത്യമായി ഡെലിവർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ആളുകളുടെ മുന്നിൽ ആ ഹീറോയിക് ഇമേജ് ഒന്നും കൂടി പൊങ്ങും. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും പൃഥ്വിരാജ് വരണം. അമ്മയുടെ സെക്രട്ടറി അടുത്താവണോ പൃഥ്വിരാജ് ആയിക്കോട്ടെ, അമ്മയുടെ പ്രസിഡന്റ് ആവണോ പൃഥ്വിരാജ് ആവട്ടെ, പൃഥ്വിരാജ്. അതായത് ഇത്ര കാലം ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഗോപി, ദിലീപ് അങ്ങനെ കുറച്ച് പേരുടെ ലൈക്ക് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് അല്ലെ ഒന്നും വേണ്ട. ഈ ലാലേട്ടൻ, മമ്മൂക്ക എന്ന് പറഞ്ഞ 2 രാജാക്കന്മാരുടെ സിംഹാസനം ഒറ്റയ്ക്കാക്കി പൃഥ്വിരാജ് എന്ന് പറഞ്ഞ സിംഹാസനത്തിന് കയറിയിരിക്കുന്ന രീതിയിൽ നമ്മൾ നടി ആക്രമിക്കപ്പെട്ട ടൈമിലും കണ്ടതാണ്. അതുകൊണ്ട് വന്നു, മൈക്കിൽ കണ്ടു, 2 ഇംഗ്ലീഷ് പറഞ്ഞു, പട്ടപട്ടും സെയിം തിങ്. മൂപ്പര് കറക്റ്റ് സമയത്ത് അവിടെ ക്യാഷ് ചെയ്തു. സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർച്ചയായിട്ട് വിക്കറ്റുകൾ ഓരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ മറികടക്കും? ഇത് സിനിമാ മേഖലയിൽ എങ്ങനെ ബാധിക്കും? സൂപ്പർ സ്റ്റാറുകളെ എങ്ങനെ ബാധിക്കും? അറിയില്ല. എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം. ഇത് ആരോപണങ്ങളുണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം. അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം. അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം. ഇനി അതല്ല, അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. അതായത് ഒരാളുടെ സംസാരത്തിലെ ക്ലാരിറ്റി, ആ ക്ലാരിറ്റി തന്നെയാണ് ഇവിടെ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ ആളുടെ ഏറ്റവും വലിയ USP എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ചോദ്യം പല രീതിയിലാണ് മീഡിയ ചോദിക്കുന്നത്. ഒരാരോപണം ഒരാൾക്ക് നേരെ വരുന്നു, അതൊരു ആരോപണമാണ്. ആ ആരോപണം ആർക്ക് നേരെയാണോ വരുന്നത് ആ വ്യക്തി സൊസൈറ്റിയുടെ മുന്നിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു എന്താ പറയുക പ്രത്യേകതരം സാഹചര്യമുണ്ട്. അയാളൊരു മാർക്കറ്റിലുള്ള സിനിമാ നടനാണെന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റ് താഴെ വീഴും. അയാളൊരു നല്ല ഫേസ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നാളെ അയാളുടെ ജോബ് കിട്ടാത്തൊരവസ്ഥ വരും, ജനങ്ങൾ കൂവുന്നൊരവസ്ഥ വരും. പക്ഷെ അയാൾ നാളെ വരും ദിവസങ്ങളിൽ അയാൾ പ്രശ്നക്കാരനല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരോപണം അയാൾക്കെതിരെ ഉന്നയിച്ച വ്യക്തികൾ ഫേക്ക് അലിഗേഷനാണ് അയാൾക്ക് നേരെ ഉന്നയിച്ചതെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ലൈഫ് എന്ത്, കരിയർ എന്ത് എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ആരോപണം വന്നാൽ അന്വേഷണം വേണം. ആ അന്വേഷണത്തിൽ അയാൾ തെറ്റുകാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ ശിക്ഷിക്കണം. ഇനി അയാൾക്ക് നേരെ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞാൽ ആരോപണം ആരാണോ ഉന്നയിച്ചത് അയാൾക്കെതിരെ കേസ് എടുക്കണം. ഇത് സിമ്പിളായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും പറഞ്ഞും കണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും തന്നെ പറഞ്ഞുള്ള ഉത്തരം ചോദിക്കുന്ന സമയത്ത് മീഡിയ വയ്ക്കുമ്പോൾ തന്നെ ഉത്തരം പറഞ്ഞു. പക്ഷെ അവരുടെ ബോഡി ലാംഗ്വേജും വേ ഓഫ് പ്രസന്റേഷനും ഡിഫറെൻ്റ് ആയിരുന്നു. പൃഥ്വിരാജ് പറയുമ്പോൾ ഒന്നും കൂടി ഇത് കൺവിൻസിങ് ആവുന്നു. ഓക്കെ, ഇതിലൊരു വേറെ ഈ പറഞ്ഞ കാര്യത്തിൽ ഇപ്പം പറഞ്ഞ കാര്യത്തിൽ വേറൊരു ഫയർ എലമെൻ്റ് ഒന്നും ഇതിൽ പറയാനില്ല. ഞാനൊരു പൃഥ്വിരാജ് ഫാനാണ്. ഞാൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഐ എം എ പൃഥ്വിരാജ് ഫാൻ. പക്ഷെ ഈ കാര്യത്തിൽ വാവ് എന്ന് പറഞ്ഞാൽ കൈയടിക്കാൻ മാത്രം ഒന്നുമില്ല. നോർമലി ബാക്കിയുള്ളവർ പറഞ്ഞു വെച്ച സാധനം തന്നെ ഇങ്ങനെ ഒന്നും കൂടി കൺവിൻസിങ് ആയിട്ട് ഇങ്ങനെ ഒന്നും കൂടി ഒരു വേറെ സാധനമുണ്ട്, എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് വെച്ചിട്ട് ഇങ്ങനെ പറയും. മനസ്സിലായോ? അത് വെച്ച് അങ്ങേര് പറയുന്നു, അങ്ങനെ കൃത്യമായിട്ട് ഡെലിവർ ചെയ്യുന്നു. രാജു, ഈ ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ നല്ലൊരു മലയാള സിനിമയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരു ഞെട്ടലുണ്ടായോ? സിനിമയ്ക്കുള്ളിൽ ഇങ്ങനെയൊരു സംഭവങ്ങളൊക്കെ നടക്കുന്നു എന്ന് കണ്ടിട്ട്. ഞാൻ എന്തിനാണ് ഞെട്ടുന്നത്? ഹേമ കമ്മീഷനുമായിട്ട് ആദ്യം സംസാരിച്ച ആൾക്കാരിൽ ഒരാളാണ്.
ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതിൽ ഞാൻ എന്തിനാണ് ഞെട്ടുന്നത്? അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇനി തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത്, തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആകാംക്ഷയുണ്ട്. ഇവര് മീഡിയക്കാരെല്ലാരോടും ചോദിക്കും തന്നെ പോയി ചോദിക്കുന്നത് ഞെട്ടിയോ ഞെട്ടിയോ ഞെട്ടിയോ. അപ്പൊ പലരും പറഞ്ഞു കേട്ടു ഞെട്ടി, പലരും പറഞ്ഞു ഞെട്ടലൊന്നുമില്ല, ഇതൊക്കെ സിനിമയിലെ ഗോസിപ്പുകളായിട്ട് നിങ്ങൾ കേട്ടിരുന്ന കാര്യങ്ങൾ, നമ്മൾ കേട്ടിരുന്ന കാര്യങ്ങൾ, നമ്മൾ വീണ്ടും ഇതൊരു റിപ്പോർട്ടായിട്ട് വരുന്ന സമയത്ത് ഓക്കെ ഇതിലെന്തൊക്കെയോ കഴമ്പുണ്ടല്ലോ, ആരൊക്കെ അനുഭവിച്ചിട്ടുണ്ടല്ലോ. ചിലർ പറഞ്ഞു ഞാൻ കേട്ടിട്ടേ ഇല്ല, ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ വർക്ക് ചെയ്യുന്ന ഈ ഇൻഡസ്ട്രിക്കകത്ത് ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ വളരെ കാഷ്വലായിട്ട് ആ ബോഡി ലാംഗ്വേജ് തന്നെയാണ് ഇങ്ങേരുടെ മെയിൻ USP, ആ ബോഡി ലാംഗ്വേജും ദ വേ ഓഫ് പ്രസന്റേഷൻ. ഞാനെന്തിനു ഞെട്ടണം? കൂട്ടത്തിൽ ഞാനാണ് ഹേമ കമ്മിറ്റിക്ക് ആദ്യം പോയിട്ട് എന്ത് കൊടുത്തത്, സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. എൻ്റെ അടുത്ത് അവർ വന്നു, ഞാൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. മനസ്സിലായി? ലൂസിഫറിന്റെ ഒരു സെറ്റിനെ കുറിച്ചുള്ള ഒരു പരാമർശമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓബിയസ്ലി പോയി കാണും, ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് കാണും. ഇനി മുന്നോട്ട് എന്ത്, അവിടെയാണ് ആ സെന്റൻസ് പറഞ്ഞു തീർക്കുന്നത്. ഇനി മുന്നോട്ട് എന്ത്, അവിടെയാണ് ഈ തിരിച്ചൊരു ചോദ്യം ഇനി ഇവർക്ക് ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ പത്രക്കാരെ ലോക്കാക്കുന്നത്. ഇനി മുന്നോട്ട് എന്ത് എന്നുള്ളത് കാണാനാണ് എനിക്ക് താല്പര്യം. അത് ഞെട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അതിനകത്ത് വേറെ കാര്യമുണ്ട്. ഈ ഞെട്ടൽ എന്ന് പറഞ്ഞൊരു ഫാക്ടർ, അയ്യോ ഇതിൻ്റെ പേര് വരുമോ എന്നുള്ള പേടി കൊണ്ടൊരു ഞെട്ടൽ. മനസ്സിലായോ? ഇനി എനിക്ക് അറിയുന്നവരതോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് വേറെ ആരെങ്കിലും എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അത് പുറത്ത് വരുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല. എനിക്കിതിലൊരു വിഷയമല്ല. ഐ എം കൂൾ. മനസ്സിലായോ? എനിക്കിതിലൊരു വിഷയമുള്ള കാര്യമില്ല, അതുകൊണ്ട് ഞാൻ ഞെട്ടൂല. ഇപ്പോൾ താങ്കളുടെ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന്, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, അവരിന്ന് വർഷങ്ങൾക്ക് മുമ്പ് താൻ അയച്ച ഇമെയിൽ അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല എന്ന്, ഇതൊക്കെ വളരെ പരിതാപകരമല്ല? സംഘടന ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നല്ലേ കാണിക്കുന്നത്? തീർച്ചയായിട്ടും അതെ, വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്ത് നിലപാടാണ് എൻ്റേതെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എൻ്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ്? എൻ്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ വർക്ക് സ്പേസ് ആണ്. ഞാൻ സുരക്ഷിതമാക്കാം എന്നെനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ്. പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും, അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം. അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം. ഞാനിതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എൻ്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം. എൻ്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൻ്റെ ഒരു ഹെഡ്ലൈൻ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ ടൈം ലൈനുകളിലെ ഒരു ക്ലിക്ക് ബെയ്റ്റ് കണ്ടെത്തുന്നതിലോ നിങ്ങളുടെയും ഉത്തരവാദിത്വം തീരുന്നില്ല. നമ്മൾ രണ്ടുപേരും ഇതിൽ ഈക്വലി ഇൻവെസ്റ്റഡ് ആകണം, അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? ഇവിടെയാണ് ഇയാളുടെ ശരിക്കുള്ള ബുദ്ധി, കാഞ്ഞ ബുദ്ധി ഇവിടെയാണ്. അതായത് AMMA അസോസിയേഷന് വീഴ്ച വന്നു എന്ന് ചോദിച്ച സമയത്ത് പലരും ഇതിനൊരു ഉത്തരം കൊടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ടല്ലോ. സിനിമാക്കാരുടെ ഇടയിൽ മാത്രമല്ലല്ലോ, പോലീസിൻ്റെ ഇടയിലുണ്ട്, കോളേജിലുണ്ട്, സ്കൂളിലുണ്ട്, ഗവൺമെൻറ്റിലുണ്ട്, എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്, ഹോസ്പിറ്റലിലുണ്ട്, എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്, പ്രശ്നക്കാരുണ്ട്. സ്ത്രീകൾ അവിടെയൊക്കെ അനുഭവിക്കുന്നുണ്ട്. അനുഭവിക്കാതെ ഇത് മലയാള സിനിമയിൽ മാത്രമല്ലല്ലോ സ്ത്രീകൾ അനുഭവിക്കുന്ന, എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടല്ലോ എന്നുള്ള ക്ലീശ തിരിച്ച ചോദ്യത്തിന് പകരം നമ്മളിത് ഒറ്റക്കെട്ടായി നിന്ന് ചെയ്യണ്ടേ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഒരു ദിവസത്തെ ഹെഡ്ലൈൻ മാത്രമാക്കി അങ്ങനെ ഒരു ക്ലിക്ക് ബൈറ്റോ അല്ലെങ്കിൽ ഒരു ഹെഡ്ലൈനിലോ ഒരു ബ്രേക്കിങ്ങിലോ മാത്രം നിങ്ങൾ നിർത്തുന്നതാണോ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി? ഞാൻ എൻ്റെ വർക്ക് സ്പേസ് ക്ലീൻ ചെയ്യുന്നതിൽ എനിക്ക് എഫേർട്ടും കോൺട്രിബ്യൂഷനും ഇടാൻ പറ്റും, എന്നെ പോലെ നിങ്ങളും ചെയ്യണ്ടേ എന്നുള്ള മറു ചോദ്യം തിരിച്ചു ചോദിക്കുന്നിടത്ത് എല്ലാ മാപ്രകളും പെട്ടു, എല്ലാ മാപ്രകളും കുടുങ്ങി. എന്ത് പറയാൻ പറ്റും? ഇല്ല, ഞങ്ങൾക്ക് ഇതിൽ റെസ്പോൺസിബിലിറ്റി ഇല്ല, ഞങ്ങൾക്ക് ഒരു ദിവസത്തെ ബ്രേക്കിംഗ് ന്യൂസ് മതി അല്ലെങ്കിൽ ഒരു ക്ലിക്ക് ബൈറ്റ് മതി. ഇങ്ങനെ പറയാൻ പറ്റുമോ അവർക്ക്? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം ഇതാണ് ഇയാളുടെ കാഞ്ഞ വിളവ് എന്ന് പറയുന്നത്. താങ്കൾ കരുതുന്നുണ്ടോ ഒരു പവർ ഗ്രൂപ്പ് എന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു, അത്തരത്തിൽ എല്ലാവരെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പവർ അതോറിറ്റി മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത്തരമൊരു പവർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനൊരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല. അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം. അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം. പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഐ ഹോപ്പ് യു ഗെറ്റ് വാട്ട് ഐ മീൻ.
ഓക്കെ, അപ്പോൾ അവിടെ ശരിക്കും പൃഥ്വിരാജ് പറഞ്ഞ കാര്യം, പൃഥ്വിരാജിന് എന്തോ ലൈക്ക് തുറന്നു പറയാനൊരു മടിയുള്ള പോലെ. പൃഥ്വിരാജിന് കൃത്യമായിട്ട് ഈ പവർ ഗ്രൂപ്പും ഈ പവർ ഗ്രൂപ്പിൻ്റെ എന്താണ് അവരുടെ ഒരു ലൈക്ക് നോർമൽ അവരുടെ ഒരു പാറ്റേൺ എന്താണ്, ഓക്കെ, മോഡസ് ഓഫ് ബ്രാൻഡ് എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാം. കാരണം പൃഥ്വിരാജ് ഇത് നല്ല രീതിയിൽ അനുഭവിച്ച ഒരു വ്യക്തി തന്നെയാണ് സിനിമയിൽ. ഒരു ടൈമിൽ പൃഥ്വിരാജിൻ്റെ സിനിമകൾ ഇറക്കാതെയും പൃഥ്വിരാജിന് ചാൻസ് കൊടുക്കാതെയും പൃഥ്വിരാജിന് പല 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 ക്യാരക്ടറിൽ നിന്ന് മാറ്റിയിട്ടൊക്കെ പൃഥ്വിരാജിന് ഒരു ടൈം ഉണ്ടായിരുന്നു. അത് ഇതേ പ്രസ് മീറ്റിൽ പൃഥ്വിരാജ് പറയുന്നുണ്ട്, പാർവതിക്ക് മുന്നേ ഞാനായിരുന്നില്ലേ എന്ന്. മനസ്സിലായോ? ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സോ അത് സെൽഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് ഒഴിഞ്ഞു മാറില്ല ഈ കാര്യം. അതായത് ഉണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നത്, അതിൻ്റെ പവർ ടീമിൻ്റെ ഇതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ അനുഭവിച്ചവർ ഇവിടെ ഉണ്ടല്ലോ, അവരുടെ എക്സ്പീരിയൻസുകൾ ഉണ്ടല്ലോ, അവർ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു ടീമുണ്ട്, എക്സിസ്റ്റിംഗ് ആണ്. പക്ഷെ ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അനുഭവിക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു ടീം ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അവിടെ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയ പോലെ, അല്ലെങ്കിൽ അവിടെ എന്തോ തുറന്നു പറയാത്ത പോലെ എനിക്ക് ഫീലിംഗ് വന്നു. സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ തന്നെ വേണം. കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ, ഒരു പൊസിഷൻ ഓഫ് പവർ വീൽഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ തന്നെ വേണം തീർച്ചയായിട്ടും. ഓക്കെ, അത് സിദ്ദിഖ് മാറിയതിനെ കുറിച്ചിട്ടും, ഇല്ലെങ്കിൽ ഇപ്പോൾ ബാബുരാജ് അമ്മയുടെ സെക്രട്ടറി ആയിട്ട് വരുന്നതിന് മുമ്പേ ബാബുരാജിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു അലിഗേഷൻ വരുന്നു. ആൻഡ് സ്ത്രീകൾ തലപ്പത്ത് വരണോ എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ വരണം, അങ്ങനെ തന്നെ വേണം എന്നുള്ള രീതിയിൽ. അതായത് എന്താണോ പബ്ലിക് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എന്താണോ ലൈക്ക് അതായത് ഒപ്പം നിൽക്കുന്ന ആളുകളോ, അല്ലെങ്കിൽ ഇപ്പം ചിലരുടെയൊക്കെ കൺസേൺ അതാണ്. അതായത് ചില ആളുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസാരിക്കാൻ വരുമ്പോൾ ചില നടന്മാരും നടിമാരൊക്കെ, അയ്യോ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇനിയിപ്പോൾ ഞാൻ AMMയിൽ എങ്ങനെ പോകും, അപ്പുറത്തെ നടനെ ഞാനെങ്ങനെ നോക്കും, ഇപ്പുറത്തെ നടിയെ ഞാനെങ്ങനെ നോക്കും, ഞാൻ നാളെ സിനിമാ സെറ്റിൽ എങ്ങനെ കയറി പോകും അഭിനയിക്കാൻ എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ട് പലർക്കും. പക്ഷെ പൃഥ്വിരാജിന് അതിൻ്റെ ആവശ്യമില്ല. കാരണം അയാൾക്ക് മലയാള സിനിമ അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ഹിന്ദിയോ തമിഴോ തെലുങ്കോ നോക്കിയിട്ട് അയാൾ പോകും. ഇനിയില്ല മലയാള സിനിമയിൽ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മമ്മൂട്ടിയോ ഒരു മോഹൻലാലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പൃഥ്വിരാജേ ഉള്ളൂ. അവിടെ അത് ഷെയർ ചെയ്യാൻ വേറെ ആരും ഉണ്ടെന്ന് തോന്നില്ല. കാരണം ആക്ടറാണ്, ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, ബിസിനസ് അറിയാം, സംസാരിക്കാൻ അറിയാം, എല്ലാ പണി അറിയാം. ഒറ്റയ്ക്ക് ഇതൊക്കെ ലൈക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതിൻ്റേതായുള്ള അഹങ്കാരമുണ്ട്. അഹങ്കാരമുള്ള ബ്രാൻഡ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ ഈ ഒപ്പം ജോലി ചെയ്തിരുന്ന ആൾ നേരിട്ട അതിക്രമത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൽ ഒരു മൊഴി നൽകുകയും അതേ ആളുകൾ കോടതിയിൽ മറ്റൊരു മൊഴി നൽകുകയും ചെയ്തു. ആ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതിലെനിക്കൊരു അഭിപ്രായം പറയാൻ സാധിക്കുമോ? പോലീസിൽ നൽകിയ മൊഴിയും അതല്ലാതെ കോടതിയിൽ നൽകിയ മൊഴിയും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞുള്ള അറിവല്ലേ എനിക്കുള്ളൂ. നിങ്ങൾ പറഞ്ഞുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു റിമാർക്ക് ഇവിടെ പറയുന്നത് ശരിയാണോ? ആണോ? അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മൊഴി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആ വിവരം ശരിയാണ് എന്ന കാര്യം പുറത്തു വന്നിട്ടുണ്ട്. ആ മൊഴി എന്താണ് എന്നതും കൃത്യമായി വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ എവിടെ വന്നു? എനിക്കറിയാം. എവിടെയാണ് വന്നത്? ചാനലുകളിലോ? ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇത് പുറത്ത് എവിടെ വന്നു? ചാനലുകളിൽ വന്നിട്ടുണ്ട്. ചാനലുകളിൽ വന്നത് വെച്ച് എനിക്കൊരു റിമാർക്ക് നടത്താൻ കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം. അത്രയും വിശ്വസ്തമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും? ഇത് കൈയടിക്കുക, ഇത് ഫയറാണ്, ഇത് മറ്റേ ജനഗണമന. മീഡിയ പറയുന്നതാണോ സത്യം, അതോ മീഡിയ പറഞ്ഞത് മാത്രമാണോ സത്യം? ഈ സാധനം ഉണ്ടല്ലോ, ഇത് പൊളിയാണ്. കാരണം വേറെ ഇതിന് തിരിച്ചെന്ത് ചോദ്യം ചോദിക്കും? മീഡിയയിലാണ് വന്നത്, റിപ്പോർട്ടർ ചാനലിലാണ് വന്നത്, റിപ്പോർട്ടർ പറയുന്നതാണോ സത്യം? ഇവർ പോലീസിൽ കൊടുത്ത മൊഴി എന്താ നമുക്കറിയോ? ഇല്ല. റിപ്പോർട്ടർ ചാനൽ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇനി അത് മാറ്റി എന്ന് പറയുന്നു, ഈ മാറ്റി പറഞ്ഞത് അത് തന്നെയാണോ നമുക്കറിയോ? ഇല്ല. കാരണം പോലീസല്ല പറഞ്ഞത്, കോടതിയല്ല പറഞ്ഞത്, ഒരു ചാനലാണ് പറയുന്നത്. അപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് ഒരു പേഴ്സൺ, ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ പേഴ്സണ് വേണമെങ്കിൽ അത് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. പൃഥ്വിരാജ് അത് കേട്ടിട്ടില്ല. ഇനിയിപ്പോൾ അത് വന്നൊരു ചാനലിലാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് അത് കേൾക്കാൻ താല്പര്യമില്ല. കാരണം അതിന് പൃഥ്വിരാജിന് എന്തില്ല, ഒരു ട്രസ്റ്റ് ഫാക്ടർ ഇല്ല അവിടെ. ചാനലല്ലേ വന്ന്, ചാനൽ സത്യവും പറയാം, നുണയും പറയാം. ചാനൽ പറയുന്നത് മാത്രമാണ് സത്യം എന്നുള്ളത് പൃഥ്വിരാജ് വിശ്വസിക്കുന്നുമില്ല. ഒരു സിനിമ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു, ഒരു സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ്സ് എന്താണ് എന്ന് കൃത്യമായി അറിയാത്തവർക്ക് അതൊരു യൂണിഫോംലി പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ഒരു സിംഗുലർ ബോഡിയായി തോന്നിയേക്കാം. പക്ഷെ ഒരു സിനിമ സെറ്റ് അങ്ങനെയല്ല. ഒരു സിനിമ സെറ്റിൽ ഇപ്പം നമ്മൾ ഇന്ന് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്പോട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ കാഴ്ചയിൽ, നമ്മുടെ അറിവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ.
ഇതേ സെറ്റിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മെസ്സ് 5 കിലോമീറ്റർ അപ്പുറത്ത് കാണും. ഇന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന സീനിൽ 2000 ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റിൽ എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റുമാരുണ്ട്. നമ്മൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇന്ന ഏജന്റിന്റെ കയ്യിൽ നിന്ന് 500 ജൂനിയർ ആർട്ടിസ്റ്റ്, ഇന്ന ഏജന്റിന്റെ കയ്യിൽ നിന്നും 1000 ജൂനിയർ ആർട്ടിസ്റ്റ്, ഇങ്ങനെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഈ സെറ്റുകളിൽ എത്തുന്നത്. അപ്പൊ ഈ പ്രോസസ്സ് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇത് ഫുള്ളി സ്ട്രീം ലൈൻഡ് അല്ല എന്ന്. ഇത് കംപ്ലീറ്റ്ലി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ട്രീം ലൈൻഡായി പ്രോസസ്സുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രക്രിയ അല്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. സ്ട്രീം ലൈൻഡ് ആകണം, അത് സിസ്റ്റമിക് ആയിട്ട് തന്നെ പ്രവർത്തിക്കണം. അതിലേക്ക് എത്തിച്ചേരേണ്ട സ്റ്റെപ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനിയും ചർച്ച ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും വേണം. പൃഥ്വിരാജ് അത് കുറച്ച് അധികം ചർച്ച ചെയ്യണം. കാരണം ബ്രോഡാഡിയുടെ സെറ്റിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ലേഡി അനുഭവിച്ച ക്രൂരതകളെ കുറിച്ചിട്ട് പോലീസിൽ പരാതി കൊടുത്ത്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത്, സജി ചെറിയാന് പരാതി കൊടുത്ത്, ഈവൻ പൃഥ്വിരാജിന് വരെ ഇത് അറിയുന്ന കേസാണ് എന്നുള്ളത് ആ ലേഡി പറയുന്നുണ്ട്. ഇന്ന് 24 ന്യൂസിൽ ഞാൻ ബ്രോഡാഡിന്റെ റിലേറ്റഡ് ആയിട്ട് 3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് 24 ന്യൂസ് അത് ടേക്കപ്പ് ചെയ്തു. 24 ന്യൂസിൽ ഇന്ന് ആ ലേഡി വന്ന് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു. മേ ബി നാളെയും അവരുടെ കാര്യങ്ങളൊക്കെ തെളിവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ വീഡിയോ ചെയ്യുമായിരിക്കും 24 ന്യൂസ്. ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. അത് പുറത്ത് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ബ്രോഡാഡിൻ്റെ സെറ്റിൽ സംഭവിച്ചു. ഗുരുവായൂർ അമ്പലനട എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റുമാരുടെ എന്തോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ബ്രോഡാഡിയുടെ സെറ്റിലുണ്ടായിരുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടർ തന്നെ ഇതിൻ്റെ L2ൻ്റെ സെറ്റിലേക്ക് വരുന്നു. അപ്പോൾ ഇതൊന്നും സിസ്റ്റമാറ്റിക് അല്ല, അല്ലെങ്കിൽ ഒരു സ്ട്രീം ലൈൻ ചെയ്ത് ഇങ്ങനെ വരുന്ന ഒരു പ്രോപ്പർ പ്രോസസ്സിലൂടെ വരുന്ന കാര്യങ്ങളല്ല എന്ന് പൃഥ്വിരാജിന് അറിഞ്ഞാലും ഇതങ്ങനെ പ്രോസസ്സിലൂടെ കൊണ്ടുവരണം. കാരണം നിങ്ങളുടെ സെറ്റുകളിലും പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസർക്കോ ഡയറക്ടർക്കോ മാറാൻ പറ്റില്ല. ഒരു ആക്ടർക്ക് വേണമെങ്കിൽ മാറാം. പക്ഷേ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ പ്രൊഡ്യൂസറാവും, ഡയറക്ടറാവും, നടനുമോ സിനിമയുടെ ഓൾ ഇൻ ഓൾ ആണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾക്ക് അറിവും ഉണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങളുടെ സെറ്റുകളിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സെറ്റുകളിൽ നടന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ ബോധേഡ് ആവണം, കൺസേൺ ആവണം, അതിൽ ഇടപെടണം. അല്ലാതെ ഇതെല്ലാം സ്ട്രീം ലൈൻ ആവുന്നവരെ അത് ഞാൻ ഇതെല്ലാം കൂടി ഇങ്ങനെ നടക്കുന്ന ഒരു പ്രോസസ്സല്ല. ഇവിടെ ഇത് നടക്കുമ്പോൾ അപ്പുറത്ത് വേറെ നടക്കില്ലേ? നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ തലേക്കേ വരൂ. ഇതൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു ദിവസത്തിന് കാത്തിരുന്നിട്ട് കാര്യമില്ല. റെസ്പോണ്ട് ചെയ്യേണ്ട സമയത്തോ ഇമീഡിയറ്റ് ആക്ഷൻ എടുക്കേണ്ട സമയത്തോ സ്വന്തം സെറ്റിൽ അത് എടുക്കണം. അവിടെ നടന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് പോകണം, എന്നിട്ട് ചെയ്യണം. ബ്രോഡാഡിൻ്റെ സെറ്റിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫെയിലിയർ സംഭവിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടക്കകാലത്ത് ചില പ്രോജക്റ്റുകൾ തടസ്സപ്പെട്ടിട്ടുണ്ടെന്നുള്ള രീതിയിലൊരു പ്രസ്താവന വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, പാർവതിക്ക് മുമ്പ് നിങ്ങൾക്ക് മുമ്പിലുള്ള ഉദാഹരണം ഞാനല്ലേ? ശരിയാണ്. ഒരിക്കലൊരു നിലപാടെടുത്തതിൻ്റെ പേരിൽ ഇതെന്താണെന്നറിയോ, നമ്മൾ ഈ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ്. ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ്. നമുക്ക് എക്സസൈസ് ചെയ്യാൻ എല്ലാ അവകാശവുമുള്ള പേഴ്സണൽ റൈറ്റ് ആണ്. പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പൊസിഷൻസിലിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ്. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഇന്നും സംഘടിതമായ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം. അതിനെതിരെ നടപടികൾ ഉണ്ടാകണം. അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല. ഇതിനെയാണ് നിങ്ങൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് ഉണ്ടാകാൻ പാടില്ല മലയാള സിനിമയിൽ. കണ്ട, പൃഥ്വിരാജ് തന്നെ ക്ലിയർ ആയിട്ടുള്ള പവർ ഗ്രൂപ്പ് എന്താണെന്നും പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതിനെ ക്ലിയർ സാധനമാണ് ഇപ്പോൾ പറഞ്ഞത്. പൃഥ്വിരാജ് നേരിട്ടിട്ടുണ്ട്. പൃഥ്വിരാജിനെ പോലെ ഒരുപാട് പേർക്ക് മാറ്റി നിർത്തൽ, അപ്രഖ്യാപിത വിലക്ക് മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചെയ്തതാണ്. അപ്പോൾ അത് പൃഥ്വിരാജിനും എക്സ്പീരിയൻസ് ഉണ്ട്. അവിടെ ഞാൻ പറഞ്ഞ ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഈവൻ പൃഥ്വിരാജ് ആണെന്നുണ്ട് ഇത് മീഡിയ എന്ത് ചെയ്തിട്ടുണ്ട്, പൃഥ്വിരാജ് പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് തലക്കെട്ടിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ പൃഥ്വിരാജ് ഇത് കൺഫേം ആയിട്ട് പറയുന്നില്ല. അവിടെ പൃഥ്വിരാജിന് കയ്യടി ഇല്ല. പൃഥ്വിരാജ് അത് പറയാൻ മടിക്കുന്നു. വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. എന്റെ സെറ്റിൽ നടപ്പാക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അവിടെ തീർന്നോ ഈ വിഷയം? അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ സെറ്റിൽ എല്ലാം നടപ്പാക്കുന്നുണ്ട് എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല എന്റെ ഉത്തരവാദിത്വം പോലും. ഇപ്പൊ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ ആരായിരുന്നു ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ, ആരൊക്കെയായിരുന്നു അത് ഫോം ചെയ്യുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ എന്റെ സെറ്റിൽ നടക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞത് നിർത്താൻ സാധിക്കില്ല. അവിടെ തീരുന്നതല്ല എന്റെ ഉത്തരവാദിത്വം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് അങ്ങനെ ഒരു ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ഡയറക്റ്റീവ് ഉണ്ടെങ്കിൽ എല്ലാ സെറ്റുകളിലും അതുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ മറ്റൊരു സംവിധാനം ഇവിടെ നിലവിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് സ്റ്റിൽ. ബിക്കോസ് ഗുരുവായൂർ അമ്പലനടയുടെ സെറ്റിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു, ബ്രോഡാഡിൻ്റെ സെറ്റിലും പ്രശ്നങ്ങളുണ്ടാവുന്നു. ഇതൊക്കെ ഈ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി
അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, അവരിലേക്ക് എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരിൽ എത്തിയിട്ടും അവർ റിയാക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. മനസ്സിലായോ? അപ്പോൾ പൃഥ്വിരാജിൻ്റെ സെറ്റിൽ ICC ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിയുടെ വർക്ക് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് പൃഥ്വിരാജ് അറിഞ്ഞിരിക്കണം. കംപ്ലൈൻറ്റുകളുണ്ട്. അല്ല, ഒരു ആരോപണ വിധേയമായിരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു അന്വേഷണം പുറപ്പെടുവിച്ചാൽ ഒരു അധികാര സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ആ അന്വേഷണം നേരിടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തിനാണ് എൻ്റെ വായിൽ നിന്നൊരു പേരെടുത്ത് പറഞ്ഞൊരു ഹെഡ്ലൈൻ ഉണ്ടാക്കുന്നത്? അത്രയേ ഉള്ളൂ റെസ്പോൺസിബിലിറ്റി. അതല്ല, അതാവരുത് എന്ന് ഈ പ്രസ് മീറ്റിന്റെ ഉദ്ദേശം. ഈ ഒരു അവസ്ഥയിൽ നടത്തുന്ന കോൺക്ലേവ് ഈ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമല്ലേ എനിക്ക് സാധിക്കൂ. സമയം കഴിഞ്ഞു. ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു നിർത്താനുണ്ട്. തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അന്വേഷിക്കണം. കുറ്റാരോപിതർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാതൃകാപരമായ ശിക്ഷകൾ നടപ്പാക്കണം. ഒരു കാര്യം വിസ്മരിക്കാൻ പാടില്ലാത്തത്, ഇങ്ങനെ ഒരു തിരുത്തൽ, ശരിയായ ദിശയിലേക്കുള്ളൊരു വഴിമാറ്റി വിടൽ ആദ്യം നടന്നത് മലയാള സിനിമയിലാണ് എന്ന് ഇന്ത്യൻ സിനിമാ മേഖലയുടെ ചരിത്രം ഒരിക്കൽ രേഖപ്പെടുത്തും. അത് നടന്നത് സിനിമാ മേഖലയിലാണ് എന്ന് ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അത് നമ്മളെല്ലാവരും മറക്കാൻ പാടില്ലാത്തത്. താങ്ക് യു. ഇവിടെയാണ് ഇയാൾ കയ്യടി മേടിച്ചിട്ടും ഇവിടെയാണ് ഇയാൾക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ആളുകൾ ഹീസ് ദ മാൻ എന്നുള്ള ഒരു സാധനം പറയിപ്പിക്കുന്നത്. അതായത് ഇത്രയും ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞ ഒരുപാട് പേരെ നമ്മൾ കണ്ടു. അതിൽ 1-2 പേര് എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ മലയാള സിനിമയിൽ മാത്രമാണല്ലോ ഇപ്പം ഇങ്ങനത്തെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നേ. സോ ദാറ്റ്സ് വൺ ഓഫ് എ കൈൻഡ്. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ റെഗുലറായിട്ട് പറയും ദിസ് ഈസ് എ വൺ ഓഫ് എ കൈൻഡ് തിങ്. പിണറായി വിജയൻ സർക്കാർ ചെയ്തത് ഒരു വൺ ഓഫ് എ കൈൻഡ് സാധനം, ഒരു ഹിസ്റ്ററി സാധനമാണ്. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും പ്യൂരിഫൈഡ്, ഇതിൻ്റെ ഏറ്റവും മാസ്, ഇതിൻ്റെ ഏറ്റവും എന്താ പറയുക കയ്യടി കിട്ടാവുന്ന ഒരു വേർഷൻ പൃഥ്വിരാജ് പറഞ്ഞു വെക്കുകയാണ്. നാളുകളിൽ ഏതൊരു സിനിമ ഇൻഡസ്ട്രിയും ലോകത്തെടുത്ത് നോക്കിയാൽ അവിടെയൊക്കെ ഏതെങ്കിലും ഒരു രീതിയിൽ ഇതേപോലെ ഒരു കമ്മിറ്റിയോ ഒരു കമ്മീഷനോ ഒരു റിപ്പോർട്ടായിട്ട് വരുമ്പോൾ അവിടെ ആദ്യം പറയുക എന്താ, ഹിസ്റ്ററി. മനസ്സിലായോ? ലോക സിനിമയുടെ ഹിസ്റ്ററിയിൽ ഒരു ഏറ്റവും വലിയൊരു നാഴികക്കല്ല് എന്നുള്ള നിലയ്ക്ക് ഹേമ റിപ്പോർട്ടിനെ പറഞ്ഞു വെക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ നമുക്ക് പറഞ്ഞു വെച്ചൂടെ, മലയാളികൾക്ക് അത് അഹങ്കരിച്ചൂടെ എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് കൊണ്ടുപോയി നിർത്തുകയാണ്. അതായത് എല്ലാ പ്യൂരിഫൈയിങ് പ്രൊസീജിയറിനും പ്രോസസ്സിനും തുടക്കം വെച്ചിട്ടുള്ളത് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്നല്ലേ? നാളുകളിൽ ഇത് തമിഴിലോ തെലുങ്കിലോ ടോളിവുഡോ മോളിവുഡോ എവിടെ വേണമെങ്കിലും പോകും, ഹോളിവുഡ് വരെ എത്താം. അപ്പോൾ ഈ പ്രൊസീജിയർ എവിടെ നിന്നാണ് തുടങ്ങിയത്? മലയാളത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. മനസ്സിലായ? അവിടെയാണ് ഈ പ്യൂരിഫിക്കേഷൻ തുടങ്ങിയത്. അതിന് നമുക്ക് അഹങ്കരിച്ചുകൂടെ? അപ്പോൾ പിണറായി വിജയനും അഹങ്കരിക്കും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഹങ്കരിക്കും, സജി ചെറിയ അഹങ്കരിക്കും, AMMA അസോസിയേഷൻ അഹങ്കരിക്കും, എല്ലാവരും അഹങ്കരിക്കും. ഇവിടെ ഇതാ ഞാൻ പറഞ്ഞത്, ഇയാൾക്ക് കൃത്യമായിട്ട് സംസാരിക്കാനറിയാം. കയ്യടി പേടിച്ച് പോകേണ്ടടുത്ത് കയ്യടി പേടിച്ച് പോകാനറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ലാലേട്ടൻ മമ്മൂക്ക ബ്രാൻഡുകൾക്ക് പറ്റാത്ത പരിപാടി ഇയാൾക്കറിയാം. അവരിപ്പോഴും ഞങ്ങളൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലേ, നമ്മളൊന്നിനും ഇല്ലേ. നാളെ തിയേറ്ററിൽ ആളുകൾ കൂവും. നാളെ തിയേറ്ററിൽ ഒരു മാസ് രംഗത്തിൽ ലാലേട്ടനോ മമ്മൂക്കയോ വന്ന് മുണ്ടും പൊക്കി മീശയും പിരിച്ച് മാസ് ഡയലോഗ് അടിച്ചാൽ നാട്ടുകാർ കൂവും. എവിടെയായിരുന്നു ഇപ്പൊ ലാലേട്ടനോ മമ്മൂക്കയോ വന്നൊരു സിനിമയ്ക്കകത്ത് ഏതെങ്കിലും ഒരു സ്ത്രീക്കെതിരെ ഒരു മോശമായ പ്രവൃത്തി ആ സിനിമയിലെ ഒരു സീനിൽ കണ്ടു കഴിഞ്ഞാൽ നീ അവളെ, മറ്റു ബാഹുബലിയുടെ ഡയലോഗ് ഉണ്ടല്ലോ, കയറി പിടിച്ചവന്റെ കയ്യല്ല വെട്ടേണ്ടത് തല എന്ന് പറയുമ്പോ എണീച്ചൊരു ബോഡയെന്ന് പറയും. പക്ഷെ പൃഥ്വിരാജിന് കയ്യടി കിട്ടും. ഏത് അറ്റ്ലീസ്റ്റ് ഒരു കയ്യടി കിട്ടാനെങ്കിലും ഇനി മലയാളികൾക്ക് മുന്നിൽ ലാലേട്ട മമ്മൂക്ക നമ്മൾ വിളിച്ചു പോവുകയാണ്. അത് കൺസിഡർ ചെയ്തിട്ടെങ്കിലും ഇന്ന് വായ മൊഴി എന്തെങ്കിലും തുറന്ന് പറ.